രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? രാവിലെ വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുത്തോ? എല്ലാവരും കുർബാനയൊക്കെ കണ്ടോ? കണ്ടു അല്ലേ? മിടുക്കരാണ് കേട്ടോ. എല്ലാവരും നല്ല കുട്ടികളാണേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ 7-ാം പാഠം തുടങ്ങിയായിരുന്നു. മക്കൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ ഹോംവർക്കൊക്കെ നിങ്ങളുടെ ടീച്ചറിന് എഴുതി അയച്ചോ? എല്ലാവരും അയച്ചോ? ആ, കൊള്ളാം, നല്ല കുട്ടികളാണേ. ഹോംവർക്കൊക്കെ എല്ലാവരും എഴുതി അയച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഓർക്കുന്നുണ്ടല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റേ. എല്ലാവരും എഴുന്നേറ്റോ? ചാടി എഴുന്നേക്ക്. എഴുന്നേറ്റു. അടുത്ത് പപ്പയും മമ്മിയും ഒക്കെ നിൽപ്പുണ്ട്. അവരൊന്നും നോക്കണ്ട. മക്കൾ കണ്ണൊക്കെ അടച്ച് കൈകളൊക്കെ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹരാജനായ ഈശോയെ, അങ്ങയുടെ കുഞ്ഞുമക്കൾ ഇതാ അങ്ങയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണം. അങ്ങ് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങയുടെ കുഞ്ഞു മക്കളായി വളരാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് അങ്ങ് നൽകണം. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് മധ്യസ്ഥമായിരിക്കണമേ. ആമേൻ. കണ്ണു തുറന്നു. എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്നേ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 10 കൽപ്പനകളെ കുറിച്ചായിരുന്നല്ലേ? ദൈവം ഇസ്രായേൽക്കാർക്കായി കൊടുത്ത 10 കൽപ്പനകളെ കുറിച്ചായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടുപോയി അല്ലേ? 10 കൽപ്പനകൾ ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് കണ്ടു. ഏതൊക്കെയായിരുന്നു 10 കൽപ്പനകൾ? ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കൽപ്പന എന്താ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അപ്പം ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഈ ആഴ്ച ഈ 10 കൽപ്പനകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പം ഒന്നാമത്തെ കൽപ്പന ഏതാണ്? ഒന്നാമത്തെ കൽപ്പന മക്കളൊന്ന് പറഞ്ഞേ. ടീച്ചർ കേട്ടില്ല, ഉറക്കെ പറഞ്ഞേ. ഒന്നാമത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. മക്കൾ സിനിമയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ടല്ലേ? ആരാ ഇഷ്ടമുള്ള നടന്? മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി. എല്ലാവർക്കും ഒത്തിരി നടന്മാരൊക്കെ അറിയാം. ഒത്തിരി നടന്മാരുണ്ട്, നടിമാരുണ്ട്. ക്രിക്കറ്റ് കാണാറുണ്ടോ? ഫുട്ബോൾ കാണാറുണ്ടോ? അതിലും ഇഷ്ടം എന്തായിരിക്കും? കാർട്ടൂൺ ആയിരിക്കും അല്ലേ? കാർട്ടൂണൊക്കെ കാണാറുണ്ട്. അതിലെ കഥാപാത്രങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില കഥാപാത്രങ്ങളോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം അല്ലേ? എന്താ നമ്മളവിടെ ചെയ്യുന്നത്? ദൈവത്തെ കഴിഞ്ഞും കൂടുതൽ സ്ഥാനം ഈ കഥാപാത്രങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നു. സച്ചിൻ്റെയൊക്കെ പടം വെട്ടി ബുക്കയിൽ ഒട്ടിക്കുന്നു. ഡോറയുടെ പടമൊക്കെ വെട്ടി കൈ പിടിച്ച റൂമിലൊക്കെ ഒട്ടിക്കുന്നു അല്ലേ? എപ്പോഴും കുരിശ് വരയ്ക്കുന്ന സമയത്തൊക്കെ ഇവരെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ? ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദൈവത്തിനെ കഴിഞ്ഞും കൂടുതൽ സ്ഥാനം, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റു വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? മക്കളെല്ലാവരും ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. മിടുക്കരാണ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ കൽപ്പന എന്താന്ന് മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ കൽപ്പന എന്താ? ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. രണ്ടാമത്തെ കൽപ്പന, ദൈവത്തിന്റെ തിരുനാമം
വൃഥ പ്രയോഗിക്കരുത്. ദൈവത്തിന്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. എന്താ വൃഥ എന്ന വാക്കിന്റെ അർത്ഥം? ചുമ്മാ, ഒരു വിലയില്ലാതെ, അല്ലേ? ദൈവത്തിന്റെ തിരുനാമം എന്ന് പറയുന്നത് നല്ല മഹത്വമുള്ളൊരു തിരുനാമമാണ് ദൈവം. ആ തിരുനാമം നമ്മൾ ചില കാര്യങ്ങളൊക്കെ സത്യമാണെന്ന്, ചിലപ്പോൾ നുണയായിരിക്കും പറയുന്നത്, അത് സത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ദൈവമാണ് സത്യം, ഞാനത് എടുത്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് നമ്മൾ പറയും, അല്ലേ? അങ്ങനെ പറയാവോ മക്കള്? നമ്മളങ്ങനെ പറയാനായിട്ട് പാടില്ല. അപ്പം ദൈവത്തിന്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. ഇനി മൂന്നാമത്തെ കൽപ്പന, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഏതാ മക്കളെ കർത്താവിന്റെ ദിവസം? ഞായറാഴ്ച, അല്ലേ? ഈശോ ദൈവം 6 ദിവസം കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചു. ഞായറാഴ്ച വിശ്രമിച്ചു. ഈ ഞായറാഴ്ച മാത്രമാണ് കർത്താവിന്റെ ദിവസമായിട്ടുള്ളത്? അല്ല. വിശുദ്ധരുടെ തിരുനാളുകള്, ക്രിസ്മസ്, ഈസ്റ്റർ, ഇതൊക്കെ എന്താണ്? കർത്താവിന്റെ ദിവസമാണ്. വിശുദ്ധമായി നമ്മൾ ആചരിക്കേണ്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ പള്ളിയിൽ പോകണം. സർവാധിപനമായിട്ടാണോ പള്ളി ചെല്ലണ്ടേ? അല്ല, മുഴുവൻ കുർബാനയിലും പങ്കെടുക്കണം, അല്ലേ? നമ്മൾ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളി ചെല്ലണം. ഭക്തിപൂർവം പ്രാർത്ഥിച്ച് പള്ളിയിൽ ചെന്ന് കുമ്പിട്ട് പള്ളിക്കകത്ത് കയറി കുരിശൊക്കെ വരച്ച് ഭക്തിപൂർവ്വം ഇരിക്കണം. കൂട്ടുകാരുടെ ഉടുപ്പിന്റെ കളറ്, കൂട്ടുകാരൻ്റെ കൊടയുടെ കളറ്, ബാഗിന്റെ കളറ്, ഇതൊക്കെ നോക്കിയിരിക്കാവോ? ഇല്ല. നമ്മൾ കണ്ണടച്ച് കൈകൂപ്പി ഭക്തിപൂർവ്വം മുഴുവൻ കുർബാനയിലും പങ്കുചെല്ലണം. അന്നത്തെ ദിവസം കള്ളത്തരങ്ങളൊന്നും പറയാൻ പാടില്ല, വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ആ കർത്താവിൻ്റെ ദിവസം നമ്മൾ പരിശുദ്ധമായി ആചരിക്കണം. ഇനി 4ാമത്തെ കൽപ്പന എന്താണ്? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. മക്കൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാറുണ്ടോ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാ, അല്ലേ? നിങ്ങൾ റൂമിൽ ഇരുന്ന് കട്ടിലേൽ കസേരയിൽ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പപ്പയല്ലേ മമ്മി പുറത്തുനിന്ന് കയറി വന്നു. മക്കൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കുമോ? കുറച്ച് പേരൊക്കെ എഴുന്നേറ്റ് നിൽക്കും, അല്ലേ? കുറച്ച് പേര് എഴുന്നേറ്റ് നിൽക്കുകയല്ലേ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലഞ്ഞിട്ടായിരിക്കും, ആരും പറഞ്ഞു തരാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ പപ്പയോ മമ്മിയോ നമ്മുടെ പ്രായത്തിന് മുതിർന്ന ആരും പുറത്തുനിന്ന് കയറി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കണം. അങ്ങനെയാണ് നല്ല കുട്ടികൾ, കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പയും മമ്മിയും മാത്രമാണോ നമ്മൾ ബഹുമാനിക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ വലിയ പപ്പ ഉണ്ടാവും, ചാച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ടാവും, ചേച്ചി ചേട്ടായും ഒക്കെ ഉണ്ടാവും, അല്ലേ? ഇവരെ ബഹുമാനിക്കണം. പുറത്ത് നമ്മുടെ പ്രായത്തിൽ മുതിർന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. ഇനി അടുത്ത കൽപ്പന എന്താണ്? കൊല്ലരുത്. മക്കൾ ആരെയും കൊല്ലാനൊന്നും പോവില്ല, അല്ലേ? പക്ഷേ നമ്മൾ കൊലപാതകത്തിന് സമാനമായ ചില പാവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ കളിയാക്കും, അല്ലേ? ചിലപ്പോൾ ഇച്ചിരി നിറം കുറഞ്ഞ കൊച്ചായിരിക്കും, അല്ലേ? പഠിക്കാൻ കഴിവില്ലാത്തവനായിരിക്കും, വലിയ സാമ്പത്തികം ഇല്ലാത്തവരായിരിക്കും. നമ്മളവരെ കളിയാക്കാവോ? നീ പോടാ ചട്ട, നീ പോടാ പൊട്ട, നീ പോടാ അണ്ണാമ്പല്ല, അല്ലേ? കമ്പിമുടിക്കാര, പോടാ കറമ്പ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടല്ലേ? അങ്ങനെയൊക്കെ കളിയാക്കുന്നത് ശരിയാണോ? നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മുടെ കൂട്ടുകാരെ കളിയാക്കരുത്, കേട്ടോ. അവർക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ, അത് ഭയങ്കര വിഷമായിരിക്കും. അപ്പം നമ്മൾ അവരെ കൊല്ലുന്നതിന് തുല്യമാണ് അങ്ങനെ കളിയാക്കുന്നത്. 5 നമ്മൾ പഠിച്ചല്ലേ? കൊല്ലരുത്. ഇനി അടുത്തത് വ്യഭിചാരം ചെയ്യരുത്. മക്കൾ വ്യഭിചാരം ഒന്നും ചെയ്യല, പക്ഷേ ഈ TV-യിലും ഫോണിലും ഒക്കെ ഈ ചീത്ത പടങ്ങളും ചീത്ത വീഡിയോസും ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ചീത്ത വാക്കുകളൊക്കെ ദേഷ്യം വരുമ്പോൾ പറയാറുണ്ടല്ലേ? അങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാണോ? ഇന്ന് മുതൽ ഇനി വരെ പറഞ്ഞത് പോട്ടെ, ഇനി മക്കൾ ആരും അങ്ങനെ ചീത്ത വാക്കുകളൊന്നും പറയരുത്. ഓക്കെ. അടുത്തത് മോഷ്ടിക്കരുത്. അത് ചില്ലറ പരിപാടികളൊക്കെ നമുക്കുണ്ടല്ലേ? പപ്പയുടെ പോക്കറ്റിൽ നിന്ന് ചില്ലറ പൈസയൊക്കെ അടിച്ചു മാറ്റി മുട്ടായി മേടിക്കുന്നു, അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്ന പലഹാരമൊക്കെ ഒതുക്കത്തിൽ പോയി കട്ട് തിന്നുന്നു, ചേച്ചിയുടെയും ചേട്ടായുടെയും കഥപുസ്തകവും ക്രയോണും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കളറടിക്കുന്നു, പപ്പയും മമ്മി ഇല്ലാത്തപ്പോൾ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയി കളിക്കുന്നു. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ? ഇതൊന്നും നല്ലതല്ല, കേട്ടോ. അങ്ങനെ ചെയ്യുന്നൊന്നും നല്ലതല്ല. അപ്പം മക്കൾ ഇനി അങ്ങനെ ചെയ്യുവോ? മോഷ്ടിക്കുവോ? മോഷ്ടിക്കരുത്. കുഞ്ഞിലേ മോഷ്ടിച്ച് പഠിച്ചാൽ വലുതാവുമ്പോൾ വലിയ കള്ളന്മാരായിട്ട് മാറും, കേട്ടോ. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിലേ തന്നെ ഒഴിവാക്കണം. അടുത്ത എന്താണ്? കള്ളസാക്ഷ്യം പറയരുത്. കള്ളം പറയാറുണ്ടോ നിങ്ങൾ? ഞാൻ എടുത്തിട്ടില്ല അമ്മേ, നേരായിട്ട് ഞാൻ എടുത്തിട്ടില്ലെന്ന് പറയും. അങ്ങനെ പറയുമോ? പപ്പയോട് പറയുമോ? ഞാൻ കണ്ടതാ, ചേട്ടായി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടതാ എന്ന് നമ്മൾ പറയല്ലേ? അങ്ങനെ പറയുന്നത് ശരിയാണോ? നമ്മൾ ഒരിക്കലും കള്ളം പറയാനായിട്ട് പാടില്ല. ചീത്ത കുട്ടികളാണ് കള്ളം പറയുന്നത്.
മക്കളൊക്കെ നല്ല കുട്ടികളാണ്, അതുകൊണ്ട് കള്ളം പറയരുത്. അടുത്തത് എന്താണ്? അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അവസാനത്തേത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നല്ല ഉടുപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത്രയും നല്ല ഉടുപ്പ്, എനിക്കൊരു ഉടുപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവൻ്റെ പപ്പയ്ക്ക് കാറൊക്കെ ഉണ്ട്, എൻ്റെ പപ്പയ്ക്ക് ബൈക്കേ ഉള്ളൂ, എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവന് 2 നില വീടുണ്ട്, എനിക്ക് കുഞ്ഞു വീടേ ഉള്ളൂ, എനിക്ക് വലിയ വീടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ടല്ലേ? ഓർക്കാറുണ്ടോ നിങ്ങൾ? അങ്ങനെയൊക്കെ ഓർക്കും. കുഞ്ഞു പിള്ളേരാണ്, അങ്ങനെയൊക്കെ ഓർക്കും അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ ഓർക്കരുത്. നമ്മൾ ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം? ധരിക്കാനൊരു വസ്ത്രമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ ഒന്നും കിട്ടാതെ, കയറി കിടക്കാനൊരു വീട് പോലും ഇല്ലാത്ത, അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലേ? അപ്പം നമ്മൾ അവരെ ഓർക്കണം. നമുക്ക് വീടുണ്ട്, അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഉണ്ട്, നല്ല ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ട്. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണല്ലേ? അപ്പം ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. അപ്പോൾ ഒരിക്കലും അതിൽ കൂടുതൽ കണ്ടോ, അയ്യോ എനിക്ക് അങ്ങനെ വേണമായിരുന്നു, എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ശീലിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്ന മക്കളായിട്ട് വളരണം. ഈ 10 കൽപ്പനകളെ 2 കൽപ്പനകളിൽ നമുക്ക് ചുരുക്കി പറയാം. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 കൽപ്പനകളിലായിട്ട് ഈ 10 കൽപ്പനകളെ നമുക്ക് ചുരുക്കാം. 1, എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. 2, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകൾ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 10 കൽപ്പനകളിൽ ആദ്യത്തെ 3 കൽപ്പനകൾ ശ്രദ്ധിച്ചോ? ആ 3 കൽപ്പനകൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൽപ്പനകളാണ്. അതിനുശേഷമുള്ള കൽപ്പനകൾ മുഴുവനും എന്താണ്? മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൽപ്പനകളാണ്. എന്തിനാണ് ദൈവം നമുക്ക് ഈ ദൈവകൽപ്പനകൾ തന്നത്? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ? നമ്മൾ പാപം ചെയ്ത് പിശാചിന്റെ പുറകെ പോയി നരകത്തിലൊന്നും പോയി വീഴാതിരിക്കാനായിട്ട് ദൈവത്തിന് നമ്മോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് ഈ കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ദൈവം തന്ന ഈ കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിച്ച് നല്ല മക്കളായിട്ട് വളർന്ന് എവിടെ എത്തണം? അവസാനം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണം. ഓക്കെ, അപ്പോൾ ഈ കൽപ്പനകൾ പാലിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മാതാവിനെയും വിശുദ്ധരെയും നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെയും ഒക്കെ കൂട്ടുപിടിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. ഈ കൽപ്പനകളാണ് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനുള്ള ചൂണ്ടുപലകകൾ. ഈ ചൂണ്ടുപലകകളായ കൽപ്പനകളെ നമുക്ക് മനസ്സിൽ ചേർത്ത് നല്ല കുട്ടികളായിട്ട് വളർന്ന് സ്വർഗത്തിൽ എത്തിച്ചേരാം. മക്കളൊരു ചെറിയ വീഡിയോ കണ്ടാലോ? കണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല വീഡിയോ ആണോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ 10 കൽപ്പനകൾ മക്കൾ ബുക്കിലേക്ക് എഴുതണം, അത് പഠിക്കണം, എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മക്കൾ എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് നിന്നേ. നല്ല ഈശോയെ, ഇന്ന് ഈ ദിവസം അങ്ങ് ഞങ്ങൾക്കായി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തോളണേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആമേൻ.